ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മിന ഫാത്തിമ മിന്നൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ട് എന്താണെന്ന്. ഒരൈറ്റം അല്ല, രണ്ടൈറ്റം അല്ല, മൂന്നൈറ്റം അല്ല, 4 ഐറ്റം ആയിട്ടാണ് വന്നേക്കുന്നത്. അതില്ലേ നമ്മുടെ തേങ്ങാച്ചോറും പരിപ്പ് കറിയും ബീഫ് കറിയും ക്യാബേജ് തോരനും പപ്പടം പൊരിച്ചതൊക്കെ ആയിട്ട് അങ്ങനെ നല്ല അടിപൊളി കളറാക്കിയിട്ടുണ്ടേ. ആദ്യമേ നിങ്ങളോട് ഞാനൊരു കാര്യം പറയുക, നമ്മുടെ വീഡിയോ ഇത്രയും ഐറ്റംസ് ഉള്ളത് കൊണ്ട് കുറച്ച് ലെങ്ത് ഉണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിച്ചിരുന്ന് കാണണേ, ഞങ്ങൾക്കൊന്ന് സപ്പോർട്ട് ആക്കണേ. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ആദ്യം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ ബീഫ് കറിയാണ് വെക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള ബീഫ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സബോള ഒരു 4 എണ്ണം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളകും കൂടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും. നമുക്ക് ആദ്യം കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ ഉലുവ, കടുക് എല്ലാം ഇത്തിരി സമയം കൊടുക്കണം. അതൊന്ന് മൂത്തൊന്ന് പൊട്ടി വരുന്ന സമയം നമ്മൾ കൊടുക്കണം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സബോള അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഞാൻ ചെറിയ സബോള ആയതുകൊണ്ടാണ് 4 എണ്ണം എന്ന് പറഞ്ഞത്. ഇനി ആ സബോളയൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴണ്ട് വരുന്നതാണ് നമ്മുടെ പരിപ്പും. വഴണ്ടതിന് ശേഷമുള്ള നമുക്ക് മസാലകളൊക്കെ ചേർക്കാൻ പറ്റത്തുള്ളൂ. വഴളാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, ഉപ്പ് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സബോള ഇവിടെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി മസാലകളൊക്കെ ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുളക് പൊടിയാണ് എടുക്കുന്നത്. മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 3-4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണ്ടാന്ന് കരുതിയിട്ടാണ് അത്രയും കൊടുത്തത്. പിന്നെ മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീറ്റ് മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് 2 ടീസ്പൂണോളം. പിന്നെ വീട്ടിൽ തന്നെ സ്പൈസസ് ആയിട്ട് പൊടിച്ചിട്ട മസാലക്കൂട്ടുണ്ട്. ആ മസാലക്കൂട്ട് ഞാൻ 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. കാരണം മസാലയുടെ മണങ്ങളെല്ലാം മുഴച്ച് നിന്നാൽ നമുക്ക് കറിക്ക് അതൊരു ബാഡായിട്ട് വരും. അതിനാണ് 1/2 ടീസ്പൂൺ ഞാൻ ചേർത്തേക്കുന്നത്. പോരാത്തിന് മീറ്റ് മസാലയും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ. ഗരം മസാലയാണ് പൊടിച്ചെടുത്തത്. ഗരം മസാല നമുക്ക് ഇച്ചിരിയേ വേണ്ടുള്ളൂ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലാ ഭാഗങ്ങളിലും മസാല എത്തിയെന്ന് ഉറപ്പ് വരുത്തുക. ഇനിയാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ പീസുകൾ നമ്മൾ ഓരോന്നായിട്ട് കുറേശ്ശെ ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ആ മസാലകളെല്ലാം ബീഫിലേക്കൊന്നും കയറി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കണമെന്ന് പറയുന്നത്. നന്നായിട്ട് ബീഫുമായിട്ട് മസാലകളെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനിയാണ് ഞാൻ ആകെ ഒരേ ഒരു ഗ്ലാസ് വെള്ളമേ ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളൂ, ചെറിയ ഗ്ലാസ്സിന് വെള്ളം. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇറച്ചിയിൽ തന്നെ കാണും. ആ വെള്ളവും കൂടി ആയിക്കഴിയുമ്പോൾ ഒരുപാട് ചാറായിട്ട് നമ്മൾ എടുക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് വേകാനായിട്ട് ആവശ്യത്തിന് മാത്രമുള്ള വെള്ളമേ ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് ഇനി കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. എൻ്റെ കുക്കറിന് ഞാനൊരു 7 വിസിലോളം അടിക്കുമ്പോഴത്തേക്കും ആകും എനിക്ക്. ആ സമയം കൊണ്ട്, വേകുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് കടുകും കൂടെ ഇട്ട് പൊട്ടിച്ചെടുക്കാം. ആ സമയം നമുക്ക് ക്യാബേജ് തോരൻ ഇവിടെ ആക്കിയെടുക്കാം. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെയും വീഡിയോ ലെങ്തായി പോകും. ഓരോന്ന് വെന്ത് കഴിഞ്ഞിട്ട് എടുക്കാനാണെങ്കിൽ പിന്നെ ലെങ്തായി പോകത്തില്ലേ വീഡിയോയ്ക്ക്. അതുകൊണ്ട് ഞാൻ അപ്പുറത്ത് തന്നെ സമയം കളയാതെ പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് ക്യാബേജ് അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരിയുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. എന്താണെന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും നമുക്ക് പിന്നെയും ലെങ്ത് കൂടും വീഡിയോയ്ക്ക്. അത് കാരണം ക്യാബേജും സബോളയും കൂടെ ചെറുതായിട്ട് കുനുകുനായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി വെക്കണം. മൂടി വെച്ച് വേവിച്ചെടുക്കണം. വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. ആ സമയത്ത് നമ്മുടെ കുക്കറിൽ ഒരു വിസിൽ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന് അതവിടെ ഇരുന്ന് വെന്തോട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് വലിയൊരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ, സ്പൂണല്ല, ഒരു കുറച്ച് വലിപ്പമുള്ളൊരു തവിയാണ്. അതിലൊരു 1.5 സ്പൂൺ തേങ്ങ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്കതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് നമുക്ക് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം മൂടി തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് നമ്മുടെ ക്യാബേജിൻ്റെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ആ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് മൂടി വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ ആ തേങ്ങയുടെ പച്ചമണമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി. ആ സമയം കൊണ്ട് കുക്കറിലെ വിസിലെല്ലാം പോയി. നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായി അതിലെന്ന്. ക്യാബേജ് തോരൻ അവിടെ മാറിയിരിക്കട്ടെ. നമുക്കിനി ഇറച്ചി നോക്കാം. നന്നായിട്ട് വെന്തിട്ടൊക്കെയുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. അത്രയും വിസിലിൻ്റെ ആവശ്യമുള്ളൂ. 7 വിസിലാണ് ഞാൻ എപ്പോഴും വെക്കാറ്. വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി എല്ലാ പരിപാടിയും നമ്മുടെ കുക്കറിൽ തന്നെ ആയതുകൊണ്ട് ആ കറിയെല്ലാം ഞാൻ കോരി മാറ്റിയിട്ട് അടുത്ത പരിപ്പ് കറി വെക്കാനായിട്ടാണ് പോകുന്നത്. അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കി കുക്കർ വെച്ചിട്ട് ഞാൻ അതിലേക്ക് പരിപ്പ് ഒരു ശകല ആവശ്യത്തിന് എടുത്തിട്ട് ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പരിപ്പ് ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് സബോള അരിഞ്ഞതും പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഞാൻ ചേർക്കുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ 2 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർക്കണമായിരുന്നു. പക്ഷേങ്കിൽ ഞാനത് അടച്ച് വെക്കുന്നതിന് മുമ്പ് ചേർക്കാൻ മറന്നുപോയി. പിന്നെ ഞാൻ മൂടി തുറന്നിട്ട് 2 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുമായിരുന്നു. ഇനിയിപ്പോൾ അതവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് പരിപ്പ് കറിക്കും തേങ്ങ ആവശ്യമുണ്ട്. അതിനായിട്ട് നമുക്ക് നേരത്തെ എടുത്തപ്പോൾ തന്നെ 2 വലിയ തവിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വലിയ ജീരകമാണ് വേണ്ടത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. നേരത്തെ പരിപ്പിൽ ഇട്ട് കൊടുത്തപ്പോൾ ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അരച്ചെടുത്തിട്ട് നമുക്കതവിടെ മാറ്റി വയ്ക്കാം. ആ സമയം നിൽക്കെ നമുക്ക് പരിപ്പ് വെന്തോന്ന് നമുക്ക് കുക്കറും തുറന്ന് നോക്കാം. ആവശ്യത്തിന് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ എല്ലാം കൂടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം ഒരു ചീനിച്ചട്ടി വെക്കുക. ചീനിച്ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിക്കുക. താളിച്ചൊഴിക്കാൻ പോവാണ്. ഓയിൽ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടി വരുന്ന സമയം കൊണ്ട് കുറച്ച് കറിവേപ്പിലയും, എൻ്റെ കയ്യിൽ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സബോള തന്നെ ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് നന്നായിട്ട് കറിവേപ്പിലയും സബോളയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തേങ്ങയും വലിയ ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിശ്രിതം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ പരിപ്പ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പരിപ്പ് കറിയിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പരിപ്പ് കറി ഒരിക്കലും തിളച്ച് പോകരുത്. ഒന്ന് ചൂട് കയറി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അതിനുശേഷം വേറൊരു ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 3 വലിയ സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ആ മിക്സിയുടെ ജാറിൽ ഒരു അരഭാഗോളം വരും. ഇനിയാണ് നമ്മൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങാച്ചോറിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് തേങ്ങ തന്നെയാണ്. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ക്യാബേജ് തോരനിലും പരിപ്പ് കറിയിലും തേങ്ങ ഇടണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഒന്ന് തന്നെ പിന്നെ കാണിക്കുന്നതെന്ന് വിചാരിക്കരുത്. 3ലും തേങ്ങ ചേർക്കൊണ്ടുകൊണ്ട് ഒരു വലിയ തേങ്ങ ഞാൻ നേരത്തെ ചിരകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന നല്ല ഒരു അരമുറിയോളം തേങ്ങയാണ് ഇപ്പോൾ ഇവിടെ ചോറിന് വേണ്ടത്. അതിന് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് വലിയ ജീരകമാണ്. വലിയ ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. തേങ്ങാച്ചോറിന് മല്ലിപ്പൊടി ആവശ്യമുണ്ട്. ഇനി ഇതെല്ലാം കൂടെ അരച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതും കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. കുക്കർ നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. താളിച്ചിട്ടാണ് നമ്മളിത് വെക്കുന്നത് തന്നെ. ഇതിനൊക്കെ ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് സബോള ചെറുതായിട്ട് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് സ്പൈസസ് ആണ് ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, പിന്നെ കറുവപ്പട്ട, ഈ കുരുമുളക്, എല്ലാ സ്പൈസസും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. തേങ്ങാച്ചോറിന് നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ബിരിയാണിക്ക് ഇടുന്ന അത്ര ഇടണ്ട. ബിരിയാണിക്ക് നമ്മൾ കൂടുതലായിട്ട് ഇടും, പക്ഷേ അതിലും കുറച്ചെല്ലാം ഇട്ടേച്ചാൽ മതി. അതിനുശേഷം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ തേങ്ങയും വലിയ ജീരകവും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ മിശ്രിതം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒഴിച്ചതിന് ശേഷം ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. ഇരട്ടി വെള്ളമാണ് വേണ്ടത്. ഇവിടെ ഞാൻ നല്ല റോസരിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പ്രത്യേകം ഞാൻ ഒന്നും കൂടെയും പറയുവാണ്, 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. കുക്കറിലായതുകൊണ്ടാണ് ഞാൻ അത്ര ഇത് പറയുന്നത്. എൻ്റെ കുക്കറിൽ 4 വിസിലാണ് എനിക്ക് കേൾക്കുന്നത്. 4 വിസിൽ കേൾക്കുമ്പോഴത്തേക്കും എൻ്റെ ചോറ് വെന്തിട്ടുണ്ടായിരിക്കും. എൻ്റെ കുക്കറിൽ അത്രത്തിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ പ്രത്യേകം കാണിച്ചു തരികയാണ്. ഇത് കണ്ടോ, വെള്ളമാണ് പൊങ്ങി നിൽക്കുന്നത്, അരി താഴെയാണ് നിൽക്കുന്നത്. അന്നിപ്പോൾ അത് ഞാൻ കുക്കർ അടച്ച് വെച്ച് വേവിക്കുന്ന സമയം കൊണ്ട് നമുക്കിനി പപ്പടം കാച്ചണ്ടേ. അതിനായിട്ട് വേറൊരു ചീനിച്ചിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ പപ്പടവും കൂടെ കാച്ചി കഴിയുമ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ ഏറെക്കുറെ അവസാനിക്കാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇച്ചിരി ഉണ്ടായോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകാഴിക വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വന്ന് പറയാനും മടിക്കരുത് കേട്ടോ. ഞാൻ നന്നായി നിർത്തി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ പപ്പടം കൂടെ വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് 4 വിസിൽ കേൾക്കുന്നിടം വരെ നമുക്ക് ക്ഷമിക്കാം. അതിനുശേഷം നമുക്ക് ചോറ് നമ്മുടെ എന്തായെന്ന് നമുക്ക് തുറന്ന് നോക്കാം. തേങ്ങാച്ചോറ് കഴിക്കണമെങ്കിൽ ബീഫ് കറിയോ ചിക്കൻ കറിയോ എന്തായാലും കുഴപ്പമില്ല. അതിലൂടെ പരിപ്പും പപ്പടവും അച്ചാറും ക്യാബേജ് തോരനും ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂട്ടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ അറിയുന്നത്. അപ്പം നമ്മുടെ ചോറെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ബീഫ് കറിയും പരിപ്പ് കറിയും നമ്മുടെ ക്യാബേജ് തോരനും എല്ലാം അടിപൊളി കുട്ടപ്പന്മാരായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. തേങ്ങാച്ചോറ് കഴിക്കുകയാണെങ്കിൽ ഇതുപോലെ പരിപ്പ് കറിയും ക്യാബേജ് തോരനും ഇറച്ചിക്കറിയും അച്ചാറും പപ്പടവും ഒക്കെ കൂടി ഒരു പിടി പിടിച്ചാൽ ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, എന്താ ടേസ്റ്റ് തന്നെ. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പുകഴ്ത്തി പറയുന്ന ആരും വിചാരിക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിനകത്ത് ഞാൻ ഉണ്ടാക്കിയ അച്ചാർ ഹോം മെയ്ഡ് ആട്ടോ. അതിൻ്റെ റെസിപ്പിയായിട്ട് പിന്നീട് വരുന്നതാണ്. ഇതിനകത്ത് കാണിക്കാത്ത ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അച്ചാർ മാത്രമല്ല ഉണ്ടാക്കി കാണിക്കാത്തത്. അത് നമുക്ക് ഇൻഷാല്ല വേറൊരു ദിവസം കാണിക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തൊന്ന് കൂടെ കണ്ടേക്കണേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.